നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിന്റെ ഭാഗമായി ഇതിനെല്ലാം കോർത്തിണക്കിക്കൊണ്ട് പട്ടഞ്ചേരി പഞ്ചായത്ത് വളരെ പൈതൃകമായ ഈ കന്യാകുമാരിയിലെ പൈതൃകമായിട്ടുള്ള തേക്കിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം തുടങ്ങിയിട്ട് 4 വർഷത്തോളം ആവുന്നു. 2023 മുതൽ സജീവമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി. കേരള വന ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായത്തോടുകൂടി ശാസ്ത്രീയമായ ഇതിന്റെ കന്യാകുമാരി തേക്കിന്റെ പ്രായം വിശകലനം ചെയ്യുകയുണ്ടായി. ഏതാണ്ട് 375 മുതൽ 400 വർഷത്തിനിടയ്ക്കുള്ള പ്രായം, അത് ഏറ്റവും ചുരുങ്ങിയ പ്രായം കണ്ടെത്തുന്നതിനായി ശാസ്ത്രീയമായിട്ടുള്ള നിരവധി കണക്കുകൂട്ടലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊരു വിദഗ്ധ സമിതി തന്നെ കേരള ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ നീളം, വീതി, അതുപോലെ ഇതിനെ ചുറ്റി നിൽക്കുന്ന ആലിന്റെ നീളം, വീതി ഇതെല്ലാം അളന്നെടുത്തിട്ടാണ്, പിന്നെ അതിന്റെ ഹൈറ്റും അതിന്റെ തടിയുടെ പ്രായത്തിന്റെ മറ്റ് ഘടകങ്ങളും എല്ലാം കൂടെ കണക്കാക്കിയിട്ടാണ് മരത്തിന്റെ പ്രായം ഏകദേശം കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ അതിന് പ്രകാരം നമ്മുടെ ഒരുപക്ഷെ പാലക്കാട് ജില്ലയിൽ അത്യപൂർവമായിട്ട് മാത്രം അറിയപ്പെടുന്ന ഈ പറഞ്ഞ തേക്ക് വൃക്ഷം ഒരുപക്ഷെ പറമ്പക്കുളത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രായമുള്ള വൃക്ഷം ഇവിടെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് എന്തായാലും അഭിമാനിക്കാനുള്ള ഒരു അവസരം ഈ ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഈ സമയം നമ്മൾ ഓർക്കേണ്ടതാണ്. അതോടൊപ്പം അതിനെ ചുറ്റി നിൽക്കുന്ന ആൽമരത്തിന് ഏകദേശം 200-ലധികം വർഷത്തിന്റെ പഴക്കമുണ്ടെന്നാണ് തിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആൽവൃക്ഷം ഇവിടെ നിന്നും വീണ്ടും തന്നെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആൽവൃക്ഷം എന്നുള്ളത് അടയാറിലായിരുന്നു. ഏതാണ്ട് 1100ഓളം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയിൽ അത് പടർന്ന് പന്തലിച്ചിരുന്നു. ഒരു കാലത്ത് അത് വീണുപോയി. എങ്കിലും അതിന്റെ തായ്തടി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കാലങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ഈ ആൽവൃക്ഷവും ഈ തേക്കിന്റെ സാന്നിധ്യത്തോടുകൂടി തന്നെ കിലോമീറ്ററുകൾ സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ തലമുറകളെല്ലാം കടന്നു പോകായിരിക്കും. സമൂഹം എങ്ങനെയാണ് ഇതിനെ നിലനിർത്താൻ പോകുന്നത് അറിഞ്ഞുകൂടാ. എങ്കിലും ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു മുഹൂർത്തം എന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞ തേക്കിനെയും ആലിനെയും സംരക്ഷിക്കുന്ന ഈ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. അപ്പൊ അതിന്റെ